രാത്രി അച്ചുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പതിവിലും കുറച്ചു നേരത്തെ തന്നെ അമ്മുവിനെയും കൂട്ടി അവൾ കോളേജിലേക്ക് ഇറങ്ങി. പാടവരമ്പ് കടന്ന് റോഡിലേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ കൊട്ടാരമറ്റത്തെ തടിമില്ലിലേക്ക് നീണ്ടു. അവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. കൊട്ടാരമറ്റത്തെ ടോണി ഐസക്കിന്റെ ജീപ്പ്. ഒരു ദിവസം പോലും ഇച്ചായിനെ കാണാതിരിക്കുന്നതിന്റെ വേദന അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്നലെ മുതൽ അവനെ കാണാതിരുന്നതിന്റെ വിഷമം എത്ര തവണ മനസ്സിനോട് പറഞ്ഞാലും അവനെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ അവളുടെ മനസ്സിന് കഴിഞ്ഞില്ല. അവൾ ജീപ്പിലേക്ക് നോക്കി. ഇന്നെങ്കിലും ടോണിച്ചായനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ അവനെ എവിടെയും കാണാനായില്ല. പെട്ടെന്ന് മില്ലിനുള്ളിൽ നിന്ന് ഒരു ഉയർന്ന ശബ്ദം. അവളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. ഇതൊന്നും ഇനി ഞാൻ ക്ഷമിക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചനോടോ കൊച്ചപ്പന്മാരോടോ പോയി പറയൂ. അവരോട് പറഞ്ഞാൽ മതി. ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത്. എന്തെങ്കിലും തീർപ്പാക്കാനുണ്ടെങ്കിൽ കൊട്ടാരമറ്റത്തേക്ക് വരാൻ പറയൂ. ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. ആ ശബ്ദം കേട്ടതും അച്ചുവിൻ്റെ കണ്ണുകൾ അതിശയത്തോടെ അങ്ങോട്ടേക്ക് പതിഞ്ഞു. അവിടെ ടോണി ഐസക് നിൽക്കുകയായിരുന്നു. സാധാരണ എപ്പോഴും ശാന്തമായ സ്വഭാവവും പുഞ്ചിരി നിറഞ്ഞ മുഖവുമായി മാത്രം കാണുന്ന ടോണിയുടെ മുഖത്ത് അന്ന് കടുത്ത ദേഷ്യമായിരുന്നു. ഒരു തൊഴിലാളിയോടാണ് അവൻ എന്തോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ടോണിയുടെ മുഖത്ത് അങ്ങനെയൊരു ദേഷ്യം അച്ചു ആദ്യമായിട്ടാണ് കാണുന്നത്. ഇച്ചായിന് എന്തു പറ്റി? അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു നാളുകളായി അവനെ ദൂരത്തു നിന്നെങ്കിലും കാണുന്ന അച്ചു ഒരിക്കലും അവൻ ആരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലായിരുന്നു. അവളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു. ആരോടാണ് ഇച്ചായിന് ഇത്രയും ദേഷ്യം? എന്താണ് സംഭവിച്ചത്? അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ടോണി പെട്ടെന്ന് തിരിഞ്ഞത്. അവൻ്റെ കണ്ണുകൾ നേരെ അച്ചുവിൽ പതിച്ചു. ഒരു നിമിഷം ഇരുവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ടോണി പെട്ടെന്ന് മുഖം തിരിച്ച് ജീപ്പിൽ കയറി. അച്ചുവും ഉടനെ കണ്ണുകൾ താഴ്ത്തി. പക്ഷേ ആ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു അവളുടെ ഹൃദയത്തിൽ വീണ്ടും ഒരു ചെറിയ പ്രതീക്ഷ നിറയാൻ. ഇച്ചായിൻ എന്നെ നോക്കിയതാണോ? അവൾ സ്വയം ചോദിച്ചു. അതോ എനിക്ക് തോന്നിയതാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ടോണിയുടെ കണ്ണുകൾക്ക് തനിക്ക് നേരെ പതിഞ്ഞതിലുള്ള സന്തോഷം അവളുടെ ഉള്ളിൽ പതിയെ പടർന്നു. ടോണി ജീപ്പെടുത്ത് പുറത്തേക്ക് പോകുന്നത് വരെ അച്ചു അവനെ തന്നെ നോക്കി നിന്നു. നീ എന്താ വായും പൊളിച്ച് അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? അങ്ങേര് എപ്പോഴോ കൊട്ടാരമറ്റത്തേക്ക് എത്തി കാണും. നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. വൈകും, ബസ് പോകും. അമ്മുവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അച്ചുവിന് ഓർമ്മ വന്നത്. അവൾ അമ്മുവിൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. കുറച്ചു നേരം കൂടി പിന്നിലേക്ക് നോക്കിയ ശേഷമാണ് അച്ചു അമ്മുവിൻ്റെ പിന്നാലെ നടന്നത്. അപ്പോഴേക്കും മില്ലിൽ നിന്ന് 2-3 തൊഴിലാളികൾ പുറത്തേക്ക് വരുന്നത് അവൾ കണ്ടു. അവരിൽ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, എന്താ ശരിക്കും സംഭവം? കൊട്ടാരമറ്റത്തെ ടോണി ഐസക്കിന് എന്തു പറ്റി? ഇന്നലെ മുതൽ കേൾക്കുന്നത് എല്ലാവരോടും ദേഷ്യപ്പെടുന്നു. മറ്റേയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എന്ത് പറയാനാ എൻ്റെ കൊച്ചേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നലെ മുതൽ തന്നെ ആ മനുഷ്യൻ എന്തോ വലിയ വിഷമവും ദേഷ്യവും ഉള്ളതുപോലെയാണ്. ആ വാക്കുകൾ കേട്ടതും അച്ചുവിൻ്റെ കാലുകൾ വീണ്ടും പതുക്കെ നിന്നു. ഇച്ചായിന് എന്തായിരിക്കും സംഭവിച്ചത്? അവളുടെ മനസ്സിൽ വീണ്ടും അതേ ചോദ്യം ഉയർന്നു. പക്ഷേ അതിൻ്റെ ഉത്തരം അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അച്ചു കോളേജിലേക്ക് പോയി. പക്ഷേ കോളേജിൽ എത്തിയിട്ടും അവളുടെ മനസ്സ് അവിടെയായിരുന്നില്ല. ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിച്ചതൊന്നും അവളുടെ മനസ്സിൽ കയറിയില്ല. അവളുടെ മനസ്സ് മുഴുവൻ ടോണിച്ചായൻ്റെ മുഖം മാത്രമായിരുന്നു. അവൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത് എന്നറിയാനുള്ള ആഗ്രഹവും രാവിലെ തനിക്ക് നേരെ പതിഞ്ഞ ആ ഒരു നോട്ടവും അവളെ വിട്ടുപോയില്ല. അമ്മു അവളെ നോക്കി ചോദിച്ചു, എന്താ നിനക്ക് എപ്പോഴും ഇച്ചായൻ്റെ കാര്യം തന്നെയാണോ ആലോചന? അച്ചു ഒന്നും പറഞ്ഞില്ല. അവളുടെ മൗനം തന്നെ അതിനുള്ള ഉത്തരമായിരുന്നു. കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലും അച്ചുവിൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ കൊട്ടാരമറ്റത്തെ തടിമില്ലിലേക്ക് നീണ്ടു. പക്ഷേ അവിടെ ഇച്ചായനെ കാണാനായില്ല. എന്താ അച്ചു, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തിനാണ് നീ എപ്പോഴും അങ്ങേരെ ഇങ്ങനെ നോക്കി നടക്കുന്നത്? അമ്മു ദേഷ്യത്തോടെ ചോദിച്ചു. അച്ചു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, റോസിൻ്റെ കഴുത്തിൽ ഇച്ചായൻ്റെ താലി വീഴുന്നത് വരെയും എനിക്കൊരു പ്രതീക്ഷയുണ്ട് അമ്മു. അതുവരെയെങ്കിലും ഞാനൊന്ന് ഇച്ചായനെ നോക്കിക്കോട്ടെ. അമ്മു കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, അത് കഴിഞ്ഞിട്ട്? അച്ചു വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാനായി ഒരുങ്ങിയ ശേഷം അച്ചു അമ്മുവിനെ വിളിക്കാനായി അവളുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷേ അന്ന് അമ്മുവിന് കൂടെ വരാൻ കഴിഞ്ഞില്ല. അച്ചു, നീ പോയിട്ട് വാ, എനിക്കിന്ന് വരാൻ പറ്റില്ല. ശരി. അച്ചു തനിച്ച് അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിൽ കയറി പതിവായി കണ്ണന് സമർപ്പിക്കാറുള്ള തുളസിമാല ചാർത്തി. കണ്ണൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നതും ഇത്ര നേരം ഉള്ളിൽ അടക്കി വച്ചിരുന്ന സങ്കടങ്ങളെല്ലാം പതിയെ പുറത്തു വന്നു. എൻ്റെ കൃഷ്ണ,
എനിക്ക് ഇച്ചായനെ മറക്കാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് ഇച്ചായനെ മാറ്റാൻ കഴിയുന്നില്ല. ഇച്ചായൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സ് എന്തിനാണ് ഇപ്പോഴും ഇച്ചായനെ മാത്രം തേടുന്നത്? ഇച്ചായൻ റോസിനെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഇച്ചായനെ വിട്ടുകളയാൻ കഴിയാത്തത്? ഞാൻ എന്ത് ചെയ്യും കൃഷ്ണ? എൻ്റെ മനസ്സിനെ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും അത് ഇച്ചായനെ മാത്രം തേടുന്നു. ഇച്ചായനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒഴുകി. കണ്ണൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ തൻ്റെ സങ്കടങ്ങളെല്ലാം ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സമയം കടന്നുപോയത് അച്ചു അറിഞ്ഞില്ല. പുറത്ത് മഴയുടെ ശക്തമായ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ സ്ഥലകലാബോധത്തിലേക്ക് തിരികെ വന്നത്. നേരം ഇരുട്ടിയിരുന്നു. അയ്യോ, എൻ്റെ കയ്യിൽ കുടയില്ലല്ലോ. മഴ ശക്തമായി പെയ്യുന്നതിനാൽ അച്ചു വേഗം അമ്പലത്തിൽ പുറത്തേക്ക് ഇറങ്ങി. റോഡിലൂടെ മുന്നോട്ട് നടക്കുമ്പോഴും ഇത്തവണ അവൾ വെറുതെ പോലും കൊട്ടാരമറ്റത്തെ തടിമില്ലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഇച്ചായനെ കണ്ടാൽ അറിയാതെ വീണ്ടും അവൻ്റെ ലോകത്തേക്ക് തന്നെ മുങ്ങിപ്പോകുമെന്ന് അവൾക്ക് ഭയമായിരുന്നു. മഴയിൽ മുഴുവനായി നനഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. റോഡ് മുറിച്ച് പാടവരമ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഒരു ജീപ്പ് അവളുടെ മുന്നിൽ വന്ന് നിന്നു. അച്ചു ഞെട്ടിക്കൊണ്ട് ജീപ്പിലേക്ക് നോക്കി. മുന്നിൽ എഴുതിയിരുന്ന കൊട്ടാരമറ്റം എന്ന പേര് അവളുടെ കണ്ണിൽ പതിഞ്ഞു. അത് തൻ്റെ ഇച്ചായൻ്റെ ജീപ്പാണെന്ന് മനസ്സിലായതും അവളുടെ ഹൃദയം ശക്തമായി ഇടിച്ചു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ടോണി ഐസക്കിൻ്റെ കണ്ണുകൾ തൻ്റെ മേലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ഉള്ളിലൂടെ ഒരു തീ പടരുന്നത് പോലെ തോന്നി. മഴയിൽ നനഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താ മോളെ ഇങ്ങനെ മഴയത്ത് വായും പൊളിച്ചു നിൽക്കുന്നത്? ടോണി ചോദിച്ചു. കൈറു, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അച്ചു ഒന്നും പറഞ്ഞില്ല. എന്താ ആലോചിക്കുന്നത്? ഇങ്ങനെ മഴയത്ത് നനഞ്ഞാൽ പനി പിടിക്കില്ലേ? അത് പിന്നെ ഞാൻ പാടവരമ്പിലൂടെ നടന്നു പോയിക്കോളാം. അച്ചു വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മഴയത്ത്, അതും ഇരുട്ടത്ത് നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകും? അത് സാരമില്ലേ ചായ, ഞാൻ പോയിക്കോളാം. ടോണിയുടെ ശബ്ദം ഇത്തവണ കുറച്ച് ഗൗരവമുള്ളതായിരുന്നു. ഈ സമയത്ത് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോയാൽ വീട്ടിലെത്തില്ല. ഒന്നാമത് കുറേ നാളുകൾക്ക് ശേഷം പെയ്യുന്ന മഴയാണ്. പാടത്ത് പാമ്പും പഴുതാരയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഒരു കുപ്പിയുമായി ജോർജും പിള്ളേരും അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. അവരെങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ തിരിച്ച് വീട്ടിലെത്തില്ല. അറിയാമല്ലോ അവരെ. അവൻ അച്ചുവിനെ ഒന്ന് നോക്കി. അപ്പോഴാണ് അച്ചു സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചത്. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ശരീരത്തിനോട് ഒട്ടിക്കിടക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഷാൾ കൊണ്ട് ശരീരം മറച്ചു പിടിച്ചു. ഇനി ഇവിടെ നിന്ന് കഥകളി കളിക്കാതെ വന്ന് കയറു പെണ്ണെ, ടോണി ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചു ഒന്നും മിണ്ടാതെ വേഗം ജീപ്പിൽ കയറി. ആദ്യമായിട്ടായിരുന്നു ഇത്രയും അടുത്ത് തൻ്റെ ഇച്ചായൻ്റെ അരികിൽ ഇരിക്കുന്നത്. അവളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷം നിറഞ്ഞു. ജീപ്പിനുള്ളിൽ ഒരു പ്രത്യേകതരം പെർഫ്യൂമിൻ്റെ മണം നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ ഇച്ചായൻ്റെ മണം. അച്ചു അറിയാതെ ആ ഗന്ധം ആസ്വദിച്ചു. അവളുടെ ഉള്ളിൽ 1000 ലഡുകൾ ഒരുമിച്ച് പൊട്ടിയതുപോലെ തോന്നി. ടോണി ജീപ്പ് മുന്നോട്ടെടുത്തു. അച്ചുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ മുഖവും കണ്ണുകളും സംസാരിക്കുന്ന രീതിയും എല്ലാം അവൾ നന്നായി ആസ്വദിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടോണി ചോദിച്ചു. എന്താ മോളെ നീ എന്നെ ഇങ്ങനെ നോക്കി വെള്ളമിറക്കിയിരിക്കുന്നത്? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അച്ചു പെട്ടെന്ന് നോട്ടം മാറ്റി. ഇല്ല ചായ. ടോണി അവളെ ഒന്ന് നോക്കി. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അച്ചു ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ടോണി വീണ്ടും ചോദിച്ചു. ഇന്നലെ കോളേജിൽ പോകാതിരുന്നത് എന്താണ്? സുഖമില്ലായിരുന്നോ? അവൻ്റെ ചോദ്യം കേട്ടതും അച്ചുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഞെട്ടലുണ്ടായി. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നതും വരുന്നതും ഇച്ചായി ശ്രദ്ധിക്കുന്നുണ്ടോ? അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും നാളും താൻ മാത്രം ഇച്ചായനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെന്നാണ് അവൾ കരുതിയത്. പക്ഷേ താൻ കോളേജിൽ പോകാതിരുന്നത് പോലും ഇച്ചായൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ആ ചിന്ത അവളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സന്തോഷം നിറച്ചു. പക്ഷേ അതേ നിമിഷം മറ്റൊരു ചിന്ത അവളുടെ ആ സന്തോഷത്തെ വേദനയാക്കി മാറ്റി. എന്നിട്ടും എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ റോസിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുകയാണോ? അവളുടെ മനസ്സിൽ ആ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു. എന്താ മോളെ, എന്താണ് നീ ഇത്രയും ആലോചിക്കുന്നത്? ഒന്നും പറയുന്നില്ലല്ലോ, ടോണി ചോദിച്ചു. അച്ചു ഒന്നും മിണ്ടിയില്ല. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ടോണി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് പള്ളിമുറ്റത്ത് വന്ന് എന്നോട് ഇത്ര ധൈര്യത്തിൽ സംസാരിച്ച ആൾക്ക് ഇപ്പോൾ എന്താണ് ഇത്ര ധൈര്യമില്ലാത്തത്? അച്ചു ഉള്ളി തിങ്ങിക്കൂടിയ സങ്കടത്തെ അടക്കി പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഒന്നുമില്ല ചായ, ഇന്നലെ എന്തോ സുഖമില്ലായിരുന്നു. അതുകൊണ്ടാണ് കോളേജിൽ പോകാതിരുന്നത്. ടോണി കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ കരുതി നീ എൻ്റെ വിവാഹം ഉറപ്പിച്ചതിൽ വിഷമിച്ചിരിക്കുകയാണെന്ന്. അച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അതൊന്നുമല്ലാലോ. അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു.
ആ നിമിഷം അവൾ മറ്റൊരു ലോകത്തായിരുന്നു. ഇങ്ങനെയൊരു നിമിഷം തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടായില്ലെങ്കിലോ? ആ ചിന്തയോടെ ആ യാത്രയുടെ ഓരോ നിമിഷവും അവൾ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ കോവിലകം തറവാടിൻ്റെ മുന്നിലെത്തി. വീട്ടിലെത്തിയതുപോലും അച്ചു അറിഞ്ഞിരുന്നില്ല. അച്ചു! ടോണിയുടെ വിളി കേട്ടാണ് അവൾ ഞെട്ടി യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. എന്താ അച്ചു, ഇറങ്ങുന്നില്ലേ? അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി. അപ്പോഴേക്കും മഴ കൂടുതൽ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. കുടയും ടോർച്ചും എടുത്ത് പുറത്തേക്ക് വന്ന അച്ചുവിൻ്റെ അച്ഛൻ ജീപ്പ് കണ്ടതും വേഗത്തിൽ അവിടെ അടുത്തേക്കെത്തി. എന്താ മോളെ, എന്തുപറ്റി? അച്ഛൻ ആശങ്കയോട് ചോദിച്ചു. ടോണി ഉടനെ പറഞ്ഞു, ഒന്നുമില്ല ചേട്ടാ, ഒരു കുഴപ്പവുമില്ല. അവൾ മഴയത്ത് നനഞ്ഞ് ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ ജീപ്പിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അച്ചുവിൻ്റെ അച്ഛൻ ടോണിയെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ ടോണി പറഞ്ഞു, പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ചുവിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വന്നത്. ആ വാക്കുകൾ കേട്ടതും അച്ചുവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ മിന്നി. എന്നെക്കുറിച്ച് ചോദിക്കാനാണോ ഇച്ചായി വന്നത്? എന്നെ പെണ്ണ് ആലോചിക്കാനാണോ? അവളുടെ ഹൃദയം വീണ്ടും പ്രതീക്ഷയോടെ മിടിച്ചു. പക്ഷേ അടുത്ത നിമിഷം ടോണിയുടെ വാക്കുകൾ ആ പ്രതീക്ഷയെ തകർത്ത് കളഞ്ഞു. വരുന്ന 12-ാം തീയതിയാണ് എൻ്റെ വിവാഹം. നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം. അച്ചുവിൻ്റെ മുഖം പെട്ടെന്ന് വിളറി. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. അച്ചുവിൻ്റെ അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, ആഹാ, നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. വളരെ നല്ലത്. ഞങ്ങളെല്ലാവരും തീർച്ചയായും വരും. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര നാളായി വീട്ടുകാരുടെ ആഗ്രഹമാണ് നിന്റെ വിവാഹം കാണണമെന്നത്. പലതവണ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം നടക്കുമല്ലോ. ടോണി പുഞ്ചിരിച്ചു. അതെ ചേട്ടാ. അത്രയും പറഞ്ഞ് ടോണി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അവൻ പോയി മറയുന്നതുവരെ അച്ചു അവിടെ തന്നെ നിന്നു. താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാക്കിനു പകരം കേൾക്കേണ്ടി വന്നത് അവൻ്റെ വിവാഹത്തിൻ്റെ തീയതിയായിരുന്നു. ഇത്രയും നേരം അവൻ്റെ അരികിൽ ഇരുന്നപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞിരുന്ന സന്തോഷമെല്ലാം ഒരു നിമിഷം കൊണ്ട് വേദനയായി മാറി. അവളുടെ നെഞ്ചിനുള്ളിൽ എന്തോ ഒന്ന് തകർന്നു വീണതുപോലെ തോന്നി. അവൾ പതിയെ തലകുനിച്ച് വീട്ടിനുള്ളിലേക്ക് നടന്നു. പക്ഷേ ആരും കാണാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങിയിരുന്നു. തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.